ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ലാൻഡ് ഫെസ്റ്റിവൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഈവനിങ് ആയപ്പോൾ ഇറങ്ങി ലാൻഡ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് ദോഹയിലുള്ള അൽബിദ പാർക്കിലാണ്. നമ്മളെല്ലാവരും ഉള്ളത് കാരണം നമുക്ക് പുതിയ കാറിൽ പോകാൻ പറ്റത്തുള്ളൂ. 7 സീറ്റർ അതിനാണ് മേടിച്ചത്. ഫാമിലി വരുന്നത് കാരണം എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ പുതിയ കാർ മേടിച്ചിട്ട് അന്ന് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടതാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് വേറൊരു ലുക്കാണ് കേട്ടോ. ഫോർച്യൂണറിന് ഇത്രയും ലുക്കുണ്ടെന്ന് വീഡിയോ എടുത്തപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം എന്തോ എനിക്ക് BMW പോലും ഇത്രയും ലുക്ക് തോന്നിയതായിട്ട് ഫീൽ ചെയ്തില്ല. ഫ്രണ്ടിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ആ വ്യൂ അടിപൊളി കേട്ടോ. അങ്ങനെ ഞാനും എമ്മറും കൂടെ ആദ്യം തന്നെ ഞാൻ ഏറ്റവും പുറകെ കയറി. സത്യം പറഞ്ഞാൽ നമ്മൾ പിന്നൊരു കാര്യം, നമ്മൾ അൽബിദ പാർക്കിൽ ലാൻഡ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ഇറങ്ങിയതല്ല. ആക്ച്വലി നമ്മൾ അൽക്കോറിലുള്ളൊരു സിദ്ര ഫാമിൽ പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യമേ പോയിട്ട് പകുതി എത്തിയപ്പോഴാണ് ഹസ്ബൻഡ് ഓർത്തത് അത് വീക്കെൻഡിൽ മാത്രമേ ആ ഒരു ഫാം ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ടേൺ എടുത്ത് വേറെ എവിടെയെങ്കിലും പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ലാൻഡ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി. ഞാൻ കുറച്ച് ദിവസമായിട്ട് ലാൻഡ് ഫെസ്റ്റിവൽ കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നിട്ട് എവിടെയാണ് നടക്കണതെന്ന് അറിയാണ്ടും കുറച്ച് ചുറ്റി. ഈ വീൽ ചെയർ മദറിൻലോയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. അപ്പം എൻ്റെ വാപ്പയാണെങ്കിൽ എമ്രൂനെ അതിൽ പിടിച്ചിരുത്തി. നല്ല ക്യൂട്ടായിട്ടുള്ളതുകൊണ്ട് എനിക്കാണെങ്കിൽ ചിരി വന്നു. വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ലാൻഡ് ഫെസ്റ്റിവൽ കണ്ടെത്തി. 1-2 പേരടുത്തൊക്കെ ചോദിച്ച് ഒരുപാട് കറങ്ങി. വേറെ അൽബിദ പാർക്ക് തന്നെ നിങ്ങൾക്കറിയാലോ, വലിയൊരു പാർക്കാണ്. ആദ്യം വേറെ അടുത്ത് ചെന്ന് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അവിടെ നോക്കിയപ്പോൾ ആരുമില്ല. സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി ഇവിടെയല്ല, വേറെ സ്ഥലത്താണ്, ഓപ്പോസിറ്റാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് വന്നു. കറക്റ്റായിട്ട് വന്നാണ് ഒരുവിധം എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിയെന്ന് വേണം പറയാൻ. അതാണ് സംഭവം, അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ഗൈസ്, ഇവിടെ സത്യം പറഞ്ഞാൽ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇത് അസ്ഫാരി നടത്തുന്നതാണ്. അപ്പോൾ ഇതിനൊരു 35 റിയാലാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് ഓരോരുത്തർക്കും, അഡൾട്ടിന്. പിന്നെ കുഞ്ഞുങ്ങൾക്ക്, ബേബീസിന് ടിക്കറ്റ് ഇല്ല കേട്ടോ. ബേബീസിന് ഫ്രീ ആണ്. ഇത് സത്യം പറഞ്ഞാൽ കിഡ്സിന് പറ്റിയ ഒരു ലാൻഡ് ഫെസ്റ്റിവലാണ് കേട്ടോ. അതായത് ഞാനും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടമായി. പക്ഷെ നമ്മൾ കിഡ്സിന് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. എമ്മറും എന്നെ താൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൈറ്റ് ഇങ്ങനെ മാറി മാറി ആ മരത്തിൽ കാണിക്കുന്നത് എമ്മറും ഇങ്ങനെ അതിശയത്തോടെ നോക്കിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പല ആനിമൽസിൻ്റെയും പല ക്രിയേച്ചേഴ്സിൻ്റെയൊക്കെ ആ ഒരു സ്റ്റാച്ചു പോലെ വെച്ചിട്ട് അതിൽ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. ഇവിടെ ഒരു പാണ്ട ഇരിപ്പുണ്ട്. ഞങ്ങൾ ഒറിജിനൽ കണ്ട വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാണ്ട ലൈറ്റൊക്കെ വെച്ചിരുത്തിയിട്ടുണ്ട്. ഈ ഒരു ഫിഷ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. പിന്നെ ഉമ്മായും വാപ്പായും എമ്രൂനെയും കൂടെ ഇരുത്തി വീഡിയോസും ഫോട്ടോയൊക്കെ എടുക്കാമെന്നും പറഞ്ഞാൽ അവരെയും പിടിച്ച് ഞാൻ അവിടെ ഇരുത്തി. എന്ത് പറയാനും, ഒരുപാട് കിഡ്സൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും കാരണം കിഡ്സ് എല്ലാം ഇവിടെ ഓടിക്കളിച്ച് എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോ മാത്രമല്ല വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് കറങ്ങി നടന്നു കേട്ടോ. ഇത് വലിയ പാർക്കാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് അവിടെയായിട്ട് ഇങ്ങനെ കുറേ ലാൻഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചുറ്റി കറങ്ങണമല്ലോ, വെറുതെ ഒരു തിരിക്കാൻ വന്നതല്ലല്ലോ. അങ്ങനെ നമ്മളെല്ലായിടത്തും പോയി നോക്കുന്നുണ്ട്. എമ്മറു ആണെങ്കിൽ അതിശയത്തോടെ എല്ലാം ഇരുന്ന് നോക്കി വരുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് മാത്രം ഇന്ന് ഇരുന്നോളൂ, എന്താണെന്ന് അറിഞ്ഞൂടാ. കുറച്ച് നേരം പിന്നെ ഞാൻ കൈ കഴിച്ചപ്പം എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ കൊടുത്തു. ഒരു കുരങ്ങൻ കിടക്കുന്നുണ്ടോ. നമ്മളിപ്പം മദറിൻലോയ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വരികയാണ് കേട്ടോ. കാരണം ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് വീൽ ചെയർ തള്ളിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഗൈസ്, ഇവിടെ പിന്നെ ഒരു കാര്യം, ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നില്ലേ, ഇത് പ്ലേ ഏരിയ ആണ് കേട്ടോ, കിഡ്സിനുള്ള. ഇവിടെ സെപ്പറേറ്റ് ടിക്കറ്റാണ്. നമ്മൾ ചെന്ന് ചോദിച്ചു, ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഫ്രീ ആയിരിക്കുമെന്ന്. കാരണം നമ്മൾ ആദ്യം ഒരിടത്ത് പേ ചെയ്തിട്ടാണല്ലോ വന്നത്, 35 റിയാൽ പേ ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ അകത്ത് ഇവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന് വേറെ എൻട്രൻസ് ആണ്. അപ്പോൾ 75 റിയാലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ പരിസരത്ത് പോയില്ല. നമ്മളെ ബേബി എന്ന് പറയുന്ന ഒരു 1 ഇയർ അല്ലേ ആയിട്ടുള്ളൂ. അതിൽ കുറച്ചും കൂടെ വലിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുഞ്ഞു ബേബീസിനുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ബേബി ഇരുന്ന് ബോളൊക്കെ വെച്ച് കളിക്കുന്ന കണ്ടു. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു അത് കൂടുതൽ ഉപയോഗം വരുന്നത് കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കായിരിക്കും. എനിക്കിതിലൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സ്നേക്ക് ബാബുവിനെയാണ്, ഈ ഒരു പാമ്പിനെയാണ് കേട്ടോ. നല്ല രസമുണ്ട് ആ പാമ്പ് ലൈറ്റൊക്കെ വെച്ചിട്ട് ഇരിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എമ്രോ മാറി മാറി ഉപ്പാടടുത്തും വാപ്പാടടുത്തും എല്ലായിടത്തും ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ആ ലൈറ്റ് കാണുന്നില്ല. ഇനി ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവിടെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട്. എന്നുവെച്ചാൽ ഒരു വലിയൊരു പില്ലോ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ആ പില്ലോയിൽ കിടക്കാം. നമ്മൾ പോയപ്പോഴാണ് കണ്ടത്. അവിടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അവിടെ ഒരു വലിയ സ്ക്രീൻ ഉണ്ട് കേട്ടോ. അതിൽ മൂവി ഇട്ടിട്ടുണ്ടായിരുന്നു. നീമോ, നിങ്ങൾക്കറിയാലോ നീമോ മൂവി. ആ മൂവിയാണ് അവിടെ പ്ലേ ചെയ്തത്. ആദ്യം നമ്മൾ പോയപ്പം ആ മൂവിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പോയി അവിടെ ഒരു 5 മിനിറ്റ് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ നീമോ മൂവി അവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മളിപ്പം അങ്ങോട്ട് പോവുകയാണ്. അവിടെ എന്താണ് സ്ക്രീനിൽ ബിഗ് സ്ക്രീന് ആണ് കണ്ടത്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ പോയതാണ്. അങ്ങനെ അവിടെ പോയപ്പം ആദ്യം വാപ്പായും എമറും കൂടെയാണ് പോകുന്നത്. അപ്പോൾ വാപ്പയാണെങ്കിൽ ആ വലിയ പില്ലോയില്ലേ എമറുവിനെ പിടിച്ച് കിടത്തി നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ടല്ലേ. എന്നെ കണ്ടപ്പോൾ കരയാണേ, എന്നിട്ട് വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ പില്ലോയിൽ കിടന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ കിടന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും നീമോ മൂവി പ്ലേ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം നീമോ മൂവിയൊക്കെ കണ്ടു. ഞാനും ഇവിടെ കിടന്ന് ആകാശവും എല്ലാം നോക്കിക്കൊണ്ട് കിടക്കുകയാണ് കേട്ടോ. കാരണം നല്ല രസമുണ്ട്, നമ്മൾ പുറത്തൊക്കെ വന്ന് നമുക്കിങ്ങനെ ആകാശമൊക്കെ കണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേക വൈബാണല്ലോ. അങ്ങനെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വ്ളോഗായിട്ട് ഞാൻ വരാം. ബൈ ബൈ.